ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദി ഫോർത്ത് സെഷൻ ഇൻ ദിസ് മൊഡ്യൂൾ. അതായത് നമ്മൾ വൈബ്രേഷനാണ് നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച വൈബ്രേഷൻസ് അൺഡാംഡ് വൈബ്രേഷൻസ് ആയിരുന്നു അല്ലേ. അൺഡാംഡ് വൈബ്രേഷൻ എന്താണ്? അൺഡാംഡ് വൈബ്രേഷൻ അതായത് നമ്മൾ അനലൈസ് ചെയ്ത വൈബ്രേഷൻ കണ്ടിന്യൂസ് ഇൻഡെഫിനിറ്റ്ലി അല്ലേ. അതായത് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് വൈബ്രേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്, അതായത് വൈബ്രേഷൻ ഡൈ ഔട്ട് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ്ലി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസസ് ആയിരുന്നു. കാരണം അവിടെ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു ഡാമ്പിങ് എന്നുള്ള പ്രോസസ്സ് അവിടെ ഇല്ല. അങ്ങനെയുള്ള നമ്മൾ കൺസിഡർ ചെയ്ത സിസ്റ്റം എന്ന് പറയുന്നത് ലൈക്ക് വി ഹാവ് എ സ്പ്രിങ് റൈറ്റ് ആൻഡ് എ മാസ്, സ്പ്രിങ് മാസ് സിസ്റ്റം. അപ്പോൾ ഇഫ് ദിസ് ഈസ് ദി ഈക്വിലിബ്രിയം പൊസിഷൻ, ദിസ് വൈബ്രേഷൻ കണ്ടിന്യൂസ് അപ്പ് ആൻഡ് ഡൗൺ ഇൻഡെഫിനിറ്റ്ലി. പക്ഷേ നമുക്ക് അറിയാം, ഒരു ഒറിജിനൽ ബോഡിക്കകത്ത് ഒരു ഇലാസ്റ്റിക് ബോഡി, ഇവൻ ഇലാസ്റ്റിക് ബോഡി സെറ്റ് ടു വൈബ്രേഷൻ അല്ലേ, സെറ്റ് ടു വൈബ്രേഷൻ ആണെങ്കിൽ വൈബ്രേഷൻ വിൽ ഡെഫിനറ്റ്ലി ഡൈ ഔട്ട് ആഫ്റ്റർ സം ടൈം അല്ലേ. കുറച്ച് ടൈം കഴിഞ്ഞാൽ വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് നിൽക്കും. എന്തുകൊണ്ട്? വാട്ട്സ് ദ റീസൺ ഫോർ ദ റീസൺ ഈസ് ഇൻറ്റേർണൽ മോളിക്കുലർ ഫ്രിക്ഷൻ. വൈബ്രേറ്ററി മോഷൻ or vibrations die out due to what? Due to internal molecular friction. അപ്പോൾ മോളിക്കുലർ ഫ്രിക്ഷൻ എന്ത് തന്നെയായാലും ഒരു ബോഡിക്കകത്ത് ഉണ്ടാവും, ഒരു ഇലാസ്റ്റിക് ബോഡിക്കകത്ത് ഇൻറ്റേർണൽ മോളിക്കുലർ ഫ്രിക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഫ്രിക്ഷൻ കാരണം എന്ത് സംഭവിക്കും? ദ വൈബ്രേഷൻ വിൽ ഡെഫിനറ്റ്ലി ഡൈ ഔട്ട് അല്ലേ. അപ്പോൾ ദ ഡിമിനിഷിങ് ഓഫ് ദ വൈബ്രേഷൻസ്, ദ ഡിമിനിഷിങ് of vibrations with time, അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഡാമ്പിങ്. സോ നമുക്കറിയാം, നമ്മൾ അൺഡാംപ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു വൈബ്രേറ്ററി സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മളൊരു സ്പ്രിങ് മാസ് സിസ്റ്റം യൂസ് ചെയ്ത് അല്ലേ. ഒരു സ്പ്രിങ് മാസ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മളൊരു അൺഡാംപ്ഡ് വൈബ്രേഷനാണ് റെപ്രസെൻ്റ് ചെയ്തത്. പക്ഷേ ഒരു ഡാംപ്ഡ് വൈബ്രേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം, ഒരു എക്സ്റ്റേണൽ ഡാമ്പിങ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റെപ്രസെൻറ്റഡ് ബൈ എ ഡാഷ്പോട്ട് ഓർ ഡാമ്പർ. അതായത് സപ്പോസ് ഡാമ്പിങ് ഉണ്ടെങ്കിൽ നമ്മളൊരു സ്പ്രിങ് മാസ് സിസ്റ്റത്തിന് പുറമേ ഒരു ഡാഷ്പോട്ട്. സോ ദിസ് ഈസ് കോൾഡ് എ ഡാഷ്പോട്ട്. എന്താണ് ഡാഷ്പോട്ട്? ഈ ഡാഷ്പോട്ടും സ്പ്രിങ്ങും ഒന്നിച്ചാണ് ഒരു മാസിന് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ദിസ് ഈസ് മാസ്, ദിസ് ഈസ് സ്പ്രിങ്, ദിസ് ഈസ് എ ഡാഷ്പോട്ട് വിച്ച് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഡാഷ്പോട്ട് എന്ന് പറയുന്നത്. മാസ് എം ഇതിന് രണ്ടിനും കൂടിയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഡാഷ്പോട്ട് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് എ പിസ്റ്റൺ. കണ്ട, ഒരു പിസ്റ്റൺ ഉണ്ടാവും. പിസ്റ്റൺ വിച്ച് മൂവ്സ് ഇൻ എ സിലിണ്ടർ. ഒരു പിസ്റ്റൺ സിലിണ്ടർ സിസ്റ്റമാണ്. പിസ്റ്റൺ മൂവ്സ് ഇൻ എ സിലിണ്ടർ ഫിൽഡ് വിത്ത് സം ഫ്ലൂയിഡ് അല്ലേ. ഈ സം ഫ്ലൂയിഡ് നിറച്ച ഒരു പിസ്റ്റൻ്റെ അകത്ത്, ഒരു സിലിണ്ടറിനകത്ത് പിസ്റ്റൺ മൂവ് ചെയ്യുന്നതാണ് സംഭവം അല്ലേ. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? Shock absorbers fitted in the suspension system of a motor vehicle reduce the movement of springs when there are sudden shocks അല്ലേ. അത് അങ്ങനെയുള്ള അല്ലേ ഷോക്ക് അബ്സോർബറിൻ്റെ ഒരു ഫങ്ഷൻ അതല്ലേ. അതേപോലെ റെഡ്യൂസ് ദിസ് ഡാഷ്പോട്ട് എന്ത് ചെയ്യും? ദിസ് ഡാമ്പിങ് ഔട്ട് ഡാഷ്പോട്ട് എന്ത് ചെയ്യും? അതായത് നമ്മളെ മോട്ടോർ വെഹിക്കിളിൽ പെട്ടെന്നുള്ള ഒരു ഷോക്ക് കാരണം സ്പ്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കൂലേ. ആ വൈബ്രേഷൻ ഡൈവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഷോക്ക് അബ്സോർബേഴ്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെയാണ് ഇവിടെ ഈ സ്പ്രിങ്ങിൻ്റെ മാസ് കാരണമുള്ള ഇലോങ്ങേഷൻ, സ്പ്രിങ്ങിലുണ്ടാകുന്ന ഇലോങ്ങേഷൻ കുറക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഡാഷ്പോട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ, സപ്പോസ് ഇതാണ് സ്പ്രിങ്, ഇതാണ് ഡാഷ്പോട്ട്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻസ് മാസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ എ എന്നുള്ള ഒരു പ്ലെയിനിലായിരുന്നു
ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെയും ഡാഷ്ബോർഡിൻ്റെ എൻഡ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? മാസ് ആഡ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? മാസ് ആഡ് ചെയ്തതിന് ശേഷം അത് ബി എന്നുള്ള പ്ലെയിനിലേക്ക് എത്തി. അപ്പോൾ എ ടു ബി ആണ് എന്ത്? സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഡെൽറ്റ. നേരത്തെ നമ്മൾ പ്രീവിയസ് കേസിൽ ചെയ്ത പോലെ തന്നെ. ഇനി നമ്മളൊരു ഇലോങ്ങേഷൻ, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, മാസിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ജസ്റ്റ് താഴേക്ക് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഇവിടെ എത്തും അല്ലേ? മാസിനൊരു പുള്ള് കൊടുത്തു. അപ്പോൾ ഈ ഒരു പ്ലെയിൻ എന്ന് വെച്ചാൽ സി, ഇതാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ നേരത്തെ കേസിൽ ഫോഴ്സസൊക്കെ നമ്മൾ ഓൾറെഡി എടുക്കാൻ പഠിച്ചതാണ്. പക്ഷേ ഈ ഡാഷ്ബോർഡ് വരുമ്പോൾ ഒരു ഡാമ്പിങ് ഫോഴ്സ് എക്സ്ട്രാ വരും അല്ലേ? So it is usual to assume that damping force is proportional to velocity of vibration ആണ്. അതായത് സ്മോൾ സ്പീഡിൽ, അതായത് കൺസിഡറബിളി റിലേറ്റീവ്ലി ലോവർ വാല്യൂസ് ഓഫ് സ്പീഡിൻ്റെ കേസിൽ ഡാമ്പിങ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വെലോസിറ്റി ആണ്. പക്ഷേ അറ്റ് ഹയർ സ്പീഡ്സിൽ ഡാമ്പിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി ആണ്. പക്ഷേ നമ്മളിവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി എന്നുള്ള കേസ്, അതായത് കേസസ് ഓഫ് റിലേറ്റീവ്ലി ലോവർ സ്പീഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡാമ്പിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് വൈബ്രേഷൻ ആണ്. അപ്പോൾ സപ്പോസ് എസ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ്, സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സി നമ്മളെ ഡാമ്പിങ് ഫോഴ്സ് എന്ന് പറയുന്നത്, സിൻസ് ഡാമ്പിങ് ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി എന്ന് വെച്ചാൽ എക്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണെങ്കിൽ വെലോസിറ്റി എന്ന് എക്സ് ഡോട്ടാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സം സി ഇൻറ്റു എക്സ് ഡോട്ട് എന്ന് എഴുതാം. പ്രൊപ്പോർഷണാലിറ്റി ഡി എഫ് എന്ന് വെച്ചാൽ സി ഇൻറ്റു എക്സ് ഡോട്ട് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ സി എന്നുള്ളത് ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് എന്ന് പറയും. ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഡാമ്പിങ് ഫോഴ്സ് പെർ വെലോസിറ്റി. എന്താണ് സി ഈസ് ഈക്വൽ ടു ഡി എഫ് ബൈ എക്സ് ഡോട്ടാണ്. എന്ന് വെച്ചാൽ ഡാമ്പിങ് ഫോഴ്സ് പെർ യൂണിറ്റ് വെലോസിറ്റിയാണ്. അതാണ് ഡാമ്പിങ് കോഎഫിഷ്യൻ്റ്. ഓക്കെ, എക്സ് ഇസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്, എക്സ് ഡോട്ട് വെലോസിറ്റി, എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എക്സ് ഡോട്ട് വെലോസിറ്റി, എക്സ് ഡബിൾ ഡോട്ട് എന്താണ്? എക്സിലറേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇത് വി ആണ്, ആക്സലറേഷൻ എഫ്. ഓക്കെ, എക്സ് ഡബിൾ ഡോട്ട് എന്ന് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? താഴേക്ക് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിലേക്ക് എന്തുണ്ട്? താഴേക്ക് വലിക്കുമ്പോൾ നമ്മൾ ഇനേഷ്യ ഫോഴ്സ് മുകളിലേക്ക് ആയിരിക്കുമല്ലോ. ഇനേഷ്യ ഫോഴ്സ് ഉണ്ട്. ആൻഡ് അഗെയിൻ സ്പ്രിങ് ഫോഴ്സ് മുകളിലേക്കായിരിക്കും. ആൻഡ് അഗെയിൻ വേറെ ഒരു ഫോഴ്സും കൂടെ ആഡായി. ഏത് ഫോഴ്സാണ്? ഡാമ്പിങ് ഫോഴ്സ്. കാരണം ഡാമ്പിങ് ഫോഴ്സ് മുകളിലേക്കായിരിക്കും. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഈ 3 ഫോഴ്സസും ആക്ട് ചെയ്യുന്നത് മോഷൻ്റെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ എന്താണ് ഇനേഷ്യ ഫോഴ്സ്? എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് അതല്ലേ? സ്പ്രിങ് ഫോഴ്സ് എന്താണ്? എസ് എക്സ് ആണ് സ്പ്രിങ് ഫോഴ്സ്. ഫൈനലി ഡാമ്പിങ് ഫോഴ്സ് എന്താണ്? സി എക്സ് ഡബിൾ ഡോട്ടാണ്. എന്താണ്? 3 ഫോഴ്സ് ഏതൊക്കെ? ഒന്ന് ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് എം മാസ് ഇൻറ്റു ആക്സലറേഷൻ, എം എക്സ് ഡബിൾ ഡോട്ട് അപ്വേർഡ്സ് ആണ്. താഴേക്കാണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ മുകളിലേക്കാണ് ഫോഴ്സ് ഉണ്ടാവുക. രണ്ടാമത്തേത് സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ്, അതായത് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ഇൻറ്റു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡാമ്പിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് സി ഇൻറ്റു എക്സ് ഡോട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും
സം ഓഫ് ഫോർ ഇക്വിലിബ്രിയം ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി എക്സ് ഡോട്ട് പ്ലസ് എസ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 0 ഓർ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി ബൈ എം എക്സ് ഡോട്ട് പ്ലസ് എസ് ബൈ എം എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്താണ് ഈക്വേഷൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? ഇതിൻ്റെ സൊല്യൂഷൻ അതായത് ആക്ച്വലി ഇത് എഴുതി കഴിഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡി ബൈ സി ബൈ എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് പ്ലസ് എസ് ബൈ എം ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന നമുക്കറിയില്ലേ, ഓക്സിലറി, അതായത് സപ്പോസ് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ കാണണമെങ്കിൽ എന്താണ് സപ്പോസ് ഓക്സിലറി ഇക്വേഷനിൽ നമ്മൾ അതായത് ഡി സ്ക്വയർ എക്സ് പ്ലസ് ഇങ്ങനെയല്ലേ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഡി എക്സ് സി ബൈ എം ഇൻറ്റു എക്സ് പ്ലസ് എസ് ബൈ എം ഈക്വൽ ടു 0. അതിനെ ഓക്സിലറി ഇക്വേഷൻ ആക്കുമ്പോൾ ഇതൊക്കെ മാത്സ് ആണ്. സപ്പോസ് എൻ സ്ക്വയർ എക്സ് പ്ലസ് സി ബൈ എം ഇൻറ്റു എൻ എക്സ് പ്ലസ് എസ് ബൈ എം ഇസ് ഈക്വൽ ടു 0 അങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലേ? സോറി എക്സ് വേണ്ട അല്ലേ, എക്സ് വേണ്ടി ആക്ച്വലി സോറി അതായത് ഡി സ്ക്വയർ, ഇതിൻ്റെ ഓക്സിലറി ഫോം വെച്ചാൽ ഡി സ്ക്വയർ പ്ലസ് സി ബൈ എം ഇൻറ്റു ഡി പ്ലസ് എസ് ബൈ എം ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇതിൻ്റെ ഓക്സിലറി ഫോം. അപ്പോൾ ഇതിൻ്റെ ഒരു 2 റൂട്ട് ഉണ്ടാവും അല്ലേ? ഇത് സെക്കൻഡ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് ആൽഫ 1 ആൻഡ് ആൽഫ 2 2 റൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ആൽഫ 1 ആൽഫ 2 എങ്ങനെയാണ്? ആൽഫ 1 ആൽഫ 2 ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മൈനസ് സി ബൈ എം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി ബൈ എം ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു എസ് ബൈ എം അഗെയിൻ എസ് ബൈ എം അല്ലേ, ഡിവൈഡ് ബൈ 2 ടൈംസ് എ 2. ഇത് മാറിയിട്ട് മൈനസ് ആൽഫ 1 ആൽഫ 2 ഈസ് ഈക്വൽ ടു മൈനസ് സി ബൈ 2m 2 മുകളിലേക്ക് പോയി അല്ലേ, പ്ലസ് ഓർ മൈനസ് 1/2 റൂട്ട് സി ബൈ എം ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എസ് ബൈ എം ഇങ്ങനെ ഉണ്ടാവും. ഇനി 2 ഞാൻ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 അകത്തേക്ക് എടുത്താൽ ഇത് 1/4 ആവും അല്ലേ, റൂട്ട് 1/4 സി ബൈ എം ഹോൾ സ്ക്വയർ മൈനസ് 4/4 എസ് ബൈ എം. അതെ, ഒന്നും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ 2 ഈസ് ഈക്വൽ ടു മൈനസ് സി ബൈ 2m പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി ബൈ 2m ഹോൾ സ്ക്വയർ. കാരണം 1/4 ആണ് പുറത്തുള്ളത്, അപ്പോൾ സ്ക്വയറിൻ്റെ അകത്തേക്ക് വരുമ്പോൾ 2 ആവും, പ്ലസ് മൈനസ് എസ് ബൈ എം 4ഉം ക്യാൻസൽ. ഇതാണ് 2 റൂട്ട്. അതായത് ഒന്ന് ആൽഫ 1 എന്ന് വെച്ചാൽ ഒന്ന് മൈനസ് സി ബൈ 2m പ്ലസ് റൂട്ട് ആ സംഭവം, ആൽഫ 2 വെച്ചാൽ മൈനസ് സി ബൈ 2m മൈനസ് റൂട്ട്, 2 റൂട്ടായി. പിന്നെ ഫൈനൽ എക്സിൻ്റെ ഇത് ആൽഫ 1 ആൽഫ 2 കിട്ടി, അതായത് ഓക്സിലറി ഇക്വേഷൻസിൻ്റെ റൂട്ട് കിട്ടി ആൽഫ 1 ആൽഫ 2. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് എക്സ് ഈക്വൽ ടു എന്താണെന്നല്ലേ, കാരണം നമ്മൾ ഇക്വേഷൻ ഇതാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അറിയില്ല, ഈ ടൈപ്പ്, അതായത് ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട് കിട്ടിയാൽ എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എ ഇൻറ്റു ഇ റേസ് ടു ആൽഫ 1 ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു ആൽഫ 2 ടി. ഇങ്ങനെയാണ് ഇക്വേഷൻ.
ഓക്കെ, ഇതിൽ ആൽഫ 1 എന്ന് വെച്ചാൽ എന്താണ് ആൽഫ 1? സപ്പോസ് എ ഈക്വൽ ടു ഇ ഇൻറ്റു ആൽഫ 1 എന്ന് വെച്ചാൽ -c/2m പ്ലസ് റൂട്ട് c/2m ഹോൾ സ്ക്വയർ പ്ലസ് s/m ഇൻറ്റു ടി പ്ലസ് അഗെയിൻ ബി e raised to minus c/2m minus root c/2m whole square minus s/m whole raised to t. ഇതാണ് എക്സിൻ്റെ ഫൈനൽ വാല്യൂ. എക്സിൻ്റെ വാല്യൂ ഇത് നമ്മൾ എയുടെയും ബിയും കോൺസ്റ്റൻസ് അല്ലേ, അത് നമുക്ക് കാണേണ്ടി വരും. അത് കാണുന്നതിന് മുന്നേ റേഷ്യോ ഓഫ് ഇതിൻ്റെ അകത്തുള്ളത് c/2m s/m കണ്ട ദ റേഷ്യോ ഓഫ് c/2m ഹോൾ സ്ക്വയർ ടു s/m, അതായത് റൂട്ടിൻ്റെ അകത്തുള്ള രണ്ട് വാല്യൂ represents the degree of dampness provided in the system. And its square root is known as, and it's അതായത് ഇതിൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് c/2m ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ s/m നമ്മൾ വിളിക്കുന്ന പേരാണ് സീറ്റ. സീറ്റ എന്ന് പറയുന്നത് ഇത് സീറ്റ എന്ന് വിളിക്കുന്നത്. സീറ്റ ഓക്കെ, സീറ്റ ഗ്രീക്ക് ലെറ്റർ സീറ്റയാണ്. ഇതിൻ്റെ പേരാണ് ഡാമ്പിംഗ് റേഷ്യോ. സോ ദിസ് zeta is known as damping ratio. അതായത് ഡിഗ്രി ഓഫ് ഡാംപ്നെസ് കാണാൻ c/2m ഹോൾ സ്ക്വയർ ബൈ റൂട്ട് sm. അപ്പോൾ ഇതൊന്ന് zeta is equal to c square by 4m square by s/m ഹോൾ റൂട്ട് അല്ലേ. അതിൽ c square by 4m square ഇൻറ്റു m/sൻ്റെ ഹോൾ റൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൽ സി പുറത്ത് സിയുടെ റൂട്ട് സി സ്ക്വയറിൻ്റെ റൂട്ട് c ആയി, ഒരു m ക്യാൻസലായി, c/2 പുറത്ത് വന്നു, താഴെ ഒരു റൂട്ട് sm ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ സീറ്റ എന്ന് വെച്ചാൽ c/2 റൂട്ട് s ഇൻറ്റു m, c/2 റൂട്ട് s ഇൻറ്റു m ആണ് എന്ത് ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഡാമ്പിംഗ് റേഷ്യോ. സോ ദിസ് ഈസ് ഡാമ്പിംഗ് റേഷ്യോ, c is damping coefficient, s is stiffness, m is mass. ഓക്കെ, അങ്ങനെയാണെങ്കിൽ c is equal to 2 ഇൻറ്റു സീറ്റ റൂട്ട് sm എന്ന് എഴുതിക്കൂടെ, റൂട്ട് ഓഫ് sm എന്ന് എഴുതിക്കൂടെ. ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ഈക്വൽ ടു 2 ടൈംസ് ഡാമ്പിംഗ് റേഷ്യോ ഇൻറ്റു റൂട്ട് sm അല്ലേ. നമുക്കറിയാം ഒമേഗ n നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് s/m അല്ലേ, റൂട്ട് ഓഫ് s/m. അങ്ങനെയാണെങ്കിൽ z is equal to 2 ഇൻറ്റു സീറ്റ റൂട്ട് s ഇൻറ്റു റൂട്ട് m എന്നല്ലേ. ഞാൻ താഴെ ഒരു റൂട്ട് m ആഡ് ചെയ്തു, ഡിനോമിനേറ്ററിൽ റൂട്ട് m, അഗെയിൻ ന്യൂമിനേറ്ററിൽ റൂട്ട് m. അങ്ങനെയാണെങ്കിൽ റൂട്ട് m എന്തായി, ഇത് m ആയി, ഇതോ ഒമേഗയായി. അപ്പോൾ c ഈക്വൽ ടു സീറ്റ ഒമേഗ n ഇൻറ്റു m, അല്ലെങ്കിൽ അതായത് z is equal to 2 സീറ്റ m ഇൻറ്റു ഒമേഗ n എന്നായി. അല്ലെങ്കിൽ ഇതിനെ ഞാനൊരു റൂട്ട് s കൊണ്ട് ഡിവൈഡ് ചെയ്താലോ, സോറി, ഒരു ഇതേ സംഭവത്തിന് പകരം ഞാനിവിടെ ടു സീറ്റ റൂട്ട് s ഇൻറ്റു m ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ ഒരു റൂട്ട് s ഇൻറ്റു റൂട്ട് s ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും,
റൂട്ട് എസും കൂടിയിട്ട് എസ് ആവും. റൂട്ട് എം ബൈ എസ് റൂട്ട്. അപ്പോൾ അത് സംഭവം മാറുക വെച്ചാൽ ഒരു എസ് വരും, ബാക്കി ഒരു റൂട്ട് എം ബൈ റൂട്ട് എസ് വരും. അതായത് 2 zeta എസ് ഡിവൈഡ് ബൈ ഒമേഗ എൻ താഴെ വരും. അതായത് ഓർ സി ഈസ് ഈക്വൽ ടു 2 zeta എസ് ബൈ ഒമേഗ എൻ. ഒന്നിക്കൽ 2 zeta എം ഇൻറ്റു ഒമേഗ എൻ അല്ലെങ്കിൽ 2 zeta എസ് ബൈ ഒമേഗ എൻ. അപ്പോൾ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻസ് ആണ് കണ്ടത്. ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റെ ഇക്വേഷൻസ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം, വെൻ സീറ്റ ഈസ് ഈക്വൽ ടു 1, സീറ്റയുടെ വാല്യൂ 1 ആണെങ്കിൽ ഡാമ്പിംഗ് ഈസ് ക്രിട്ടിക്കൽ എന്ന് പറയും. നമ്മൾ ഡാമ്പിംഗ് ഈസ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയും. ക്രിട്ടിക്കൽ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് സി, ദെൻ സി ഈസ് ഈക്വൽ ടു ഒന്നുകിൽ 2 എന്താണ് 2 സീറ്റ റൂട്ട് എസ് എം അല്ലേ. അപ്പോൾ സി എന്ന് വെച്ചാൽ സീറ്റ 1 2 റൂട്ട് എസ് എം എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നെങ്കിൽ 2 ഇൻറ്റു എം ഒമേഗ എൻ അല്ലെങ്കിൽ 2 ഇൻറ്റു എസ് ബൈ ഒമേഗ എൻ. ഇതാണ് സീറ്റ 1 ആയാൽ, അതായത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ക്രിട്ടിക്കൽ കോഎഫിഷ്യൻ്റ് എഴുതാൻ പറ്റും അല്ലേ. ക്രിട്ടിക്കൽ കോഎഫിഷ്യൻ്റ് എഴുതാൻ പറ്റും. അപ്പോൾ ആ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റെ കേസിൽ സി എന്ന് വെച്ചാൽ സി സി എന്ന് വിളിക്കും. സി സി, അതായത് വെൻ സീറ്റ ഈസ് ഈക്വൽ ടു 1, സി ഈസ് ഈക്വൽ ടു സി സി, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ്. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് വിളിക്കും സി ഈക്വൽ ടു സി സി. അല്ലെങ്കിൽ സി ഈസ് ഈക്വൽ ടു 2 zeta റൂട്ട് എസ് എം ആണ്. സി സി എന്ന് വെച്ചാൽ 2 റൂട്ട്, സി സി എന്ന് വെച്ചാൽ എന്താ 2 ഇൻറ്റു റൂട്ട് എസ് എം ആണ്. അങ്ങനെയാണെങ്കിൽ സി ബൈ സി സി എന്താണ്? അങ്ങനെയാണെങ്കിൽ സി ബൈ സി സി എന്നുള്ളത് 2 സീറ്റ റൂട്ട് എസ് എം ബൈ 2 റൂട്ട് എസ് എം, ദാറ്റ് ഈസ് സീറ്റ. സീറ്റ ഈസ് സി ബൈ സി സി. ആക്ച്വലി ഡാമ്പിംഗ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? ഡാമ്പിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് by critical damping coefficient, ഡാമ്പിംഗ് റേഷ്യോ സി ബൈ സി സി ആണ് ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ്. സി ബൈ സി സി ആണ് ഡാമ്പിംഗ് റേഷ്യോ, അതായത് ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് ബൈ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ്. ഇനി പറയാൻ പോകുന്നത് സീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണ്. സീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, സീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഓവർ ഡാംപ്ഡ് എന്നാണ് പറയാം. സീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ അണ്ടർ ഡാംപ്ഡ് എന്ന് പറയും. ഓക്കെ, അണ്ടർ ഡാംപ്ഡ്. നമുക്ക് ശ്രദ്ധിക്കാം, നമ്മളെ ഇക്വേഷൻ എക്സ് ഡബിൾ ഡോട്ട് നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ എഴുതിയില്ലേ. അതായത് ഡാമ്പിങ്ങിൻ്റെ കേസിലുള്ള ഇക്വേഷൻ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി ബൈ എം എക്സ് ഡോട്ട് പ്ലസ് എസ് ബൈ എം എക്സ് എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അതൊന്നും കൂടെ എഴുതാം. എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി ബൈ എം എക്സ് ഡോട്ട് പ്ലസ് എസ് ബൈ എം എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് സി ബൈ എം എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് സി ബൈ എം എന്ന് എടുത്ത് നോക്കിയാലോ. ഫ്രം ഹിയർ നമുക്ക് ഈ ഇക്വേഷന് സി ബൈ എം എന്നുള്ളത് 2 zeta ഒമേഗ എൻ എന്ന് എഴുതിക്കൂടെ? 2 zeta ഒമേഗ എൻ അല്ലേ? അതിന് എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് 2 zeta ഒമേഗ എൻ ഇൻറ്റു എക്സ് ഡോട്ട് പ്ലസ് എസ് ബൈ എം എന്തായിരുന്നു? എസ് ബൈ എം എന്ന് വെച്ചാൽ ഒമേഗ എൻ ആണ് റൂട്ട് എസ് ബൈ എം.
അപ്പോൾ എസ് ബൈ എം എന്ന് വെച്ചാൽ എന്താ ഒമേഗ എൻ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അത് ഒമേഗ എൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ഈ ഫോമിൽ, അതായത് മോഷൻ്റെ ഇക്വേഷൻ ഈ ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എക്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഓക്സിലറി സൊല്യൂഷൻ ആൽഫ 1 ആൽഫ 2 എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ? -c/2m ± c/2m ഹോൾ സ്ക്വയർ -s/m എന്നല്ലേ ഉണ്ടായിരുന്നത്. അത് -c/2m പകരം നമുക്ക് എന്ത് എഴുതാം? c/m പകരം 2 zeta ഒമേഗ എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ c/2m പകരം zeta ഒമേഗ എന്ന് എഴുതാം അല്ലേ. -zeta ഒമേഗ n ± √of zeta ഒമേഗ n ഹോൾ സ്ക്വയർ -s/m എന്ന് വെച്ചാൽ ഒമേഗ n ഹോൾ സ്ക്വയർ അല്ലേ. ഇതിൽ ശ്രദ്ധിക്കുക, ആൽഫ 1 ആൻഡ് ആൽഫ 2, ഇതിൽ ഒമേഗ എൻ സ്ക്വയർ ഇവിടെയുണ്ട്. അതൊന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -zeta ഒമേഗ n ± ഒമേഗ n റൂട്ട് സീറ്റ സ്ക്വയർ പിന്നെ ബാക്കിയുണ്ട്. പിന്നെ എന്തുണ്ട്? 1 ആണ്. പിന്നെന്താണ്? 1 ആണുള്ളത്. ഒമേഗ n ഇവിടെയുണ്ട്. അപ്പോൾ ഓണായിട്ട് എടുത്ത് -zeta ± റൂട്ട് സീറ്റ സ്ക്വയർ -1 ഇൻറ്റു ഒമേഗ n. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്. അപ്പോൾ നമുക്ക് ഫൈനലി എക്സ് എന്നുള്ളത് a ഇൻറ്റു e⁻⁻ പ്ലസ് റൂട്ട് സീറ്റ സ്ക്വയർ -1 ഇൻറ്റു ഒമേഗ n t പ്ലസ് b ഇൻറ്റു e⁻⁻ മൈനസ് റൂട്ട് സീറ്റ സ്ക്വയർ -1 ഇൻറ്റു ഒമേഗ n t. ഇതാണ് ഫൈനൽ സൊല്യൂഷൻ. അതായത് ഒരു ഡാംഡ് വൈബ്രേഷൻ സിസ്റ്റത്തിൽ എക്സിന് സോൾവ് ചെയ്തത്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇതിന് ഇനി ഓരോ കേസിൽ എയും ബിയും, അതായത് ഓവർ ഡാംഡിൻ്റെ കേസിൽ എയും ബിയും നമുക്ക് കാണാൻ പറ്റും. അണ്ടർ ഡാംഡിൻ്റെ കേസിൽ, പിന്നെ ലൈക്ക് ക്രിട്ടിക്കലി ഡാംഡ് കേസിൽ, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കേസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കാണുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.